കാസർഗോഡ് സ്വകാര്യ ആശുപത്രിയിലെ നഴ്സിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയെന്ന് ബന്ധുക്കൾ. കൊല്ലം സ്വദേശിനി സ്മൃതിയെയാണ് ബന്ദിയോട്ടെ ഹോസ്റ്റൽ മുറിയിൽ വെച്ച് തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. കൊലപാതകമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ബന്ദിയോട്ടെ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സ് SK സ്മൃതിയെയാണ് ഹോസ്റ്റൽ മുറിയിൽ ഇന്നലെ ഉച്ചയ്ക്ക് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നഴ്സിംഗ് ട്രെയിനിയായ സ്മൃതി ഞായറാഴ്ച രാത്രിയിലെ ജോലി കഴിഞ്ഞ് തിങ്കളാഴ്ച രാവിലെയാണ് ഹോസ്റ്റൽ മുറിയിലെത്തിയത്. ഹോസ്റ്റലിന്റെ ഒന്നാമത്തെ നിലയിലെ മുറിയിൽ സ്റ്റീൽ കൊണ്ടുണ്ടാക്കിയ കട്ടിലിന്റെ മുകളിലത്തെ കമ്പിയിൽ ഷോൾ ഉപയോഗിച്ച് തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം. വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റ് നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. ഇന്ന് രാവിലെയാണ് കൊല്ലം തെന്മല ഉരുക്കുളത്ത് നിന്നും ബന്ധുക്കൾ കാസർഗോഡ് എത്തിയത്. തൂങ്ങി മരിച്ചതല്ലെന്നും സ്മൃതി ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്നുമാണ് സഹോദരി അടക്കം പറയുന്നത്. അങ്ങനെ ചെയ്യത്തില്ല സാറേ, അവൾ അങ്ങനെ ഡിപ്രഷൻ അടിച്ച് കൊച്ചല്ല സാറേ. കാരണം അവൾക്കറിയാം പപ്പ ഞങ്ങളെ അതുപോലെ ഇത്രയും വയ്യാഞ്ഞിട്ട് പപ്പയ്ക്ക് സ്കിൻ അലർജിയാ, എന്നിട്ട് പോലും കഷ്ടപ്പെട്ട് തടിപ്പണിക്ക് എൻ്റെ അപ്പം പോകുന്നത്, കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നത്. എന്നിട്ട് ഒരിക്കലും അവൾ അങ്ങനെ ചെയ്യത്തില്ല സാറേ, എൻ്റെ അനിയത്തി അങ്ങനെ ചെയ്യത്തില്ല. അതേസമയം ആശുപത്രിയിലെത്തിയ രോഗിക്ക് ആന്റിബയോട്ടിക്കിന് പകരം സ്മൃതി പനിയുടെ ഇഞ്ചക്ഷൻ നൽകിയിരുന്നതായും ഡോക്ടർ ഇക്കാര്യം ചോദിച്ചിരുന്നതിനാൽ സ്മൃതി മനോവിഷമത്തിലായിരുന്നുവെന്നുമാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. അപ്പോൾ ഇന്നലെ കുട്ടിക്ക് ചെറിയ മാനസിക ഒരു വിഷമമുണ്ടായിരുന്നു, അത് നമുക്കറിയാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പെങ്ങളോടും ധരിപ്പിച്ചതാണ്. 12 മണി മുതൽ കുട്ടിയുടെ സിസ്റ്റർ ഞങ്ങളെ വിളിക്കുന്നുണ്ട്. അവൾ ഇങ്ങനെ പറയുന്നുണ്ട്, വിഷയുടെ കാര്യം പറയുന്നുണ്ട്, വിഷമത്തിലാണ്. അത് വിളിച്ച് അഡ്രസ്സ് ചെയ്തതാണ്. അത് കഴിഞ്ഞ ശേഷം ഒരു മണിക്കൂറിന് ശേഷമാണ് ഇതുപോലെ കുട്ടി വാതിൽ തുറക്കുന്നില്ല എന്ന് പറഞ്ഞ് റിസപ്ഷനിൽ നിന്ന് കോൾ വന്നിട്ട് നമ്മൾ വന്ന് കുട്ടി മരിച്ച നിലയിൽ ഞങ്ങൾ കാണുന്നത്. ബന്ധുക്കൾ സംശയം പ്രകടിപ്പിച്ചതിനാൽ മൃതദേഹം വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലുടൻ മറ്റു നടപടികളിലേക്ക് കടക്കുമെന്നും കുമ്പള പോലീസ് അറിയിച്ചു. ജനം, കാസർഗോഡ്.